നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 212 212. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 5-ാം അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകമാണെന്ന് പറയേണ്ടത്. വൈകാരികസ്തൈജസശ്ച താമസശ്ച ചേത് ഇഹം ത്രിധാം അഹം തത്വാദികുർവാണാൻ മനോ വൈകാരികാദഭൂത് വൈകാരികാശ്ചയേ ദേവാ അർത്ഥാഭിവ്യഞ്ജനം യഥാം. ഇവിടെ ഒന്നുകൂടി ആ ശ്ലോകം 3 വരി ശ്ലോകമാണ്, കുറച്ച് നീണ്ട ശ്ലോക. വൈകാരികസ്തൈജസശ്ച താമസശ്ച താമസശ്ചേത്യഹം ത്രിധ അഹം തത്വാദികുർവാണാൻ മനോ വൈകാരികാദഭൂത് വൈകാരികാശ്ചയേ ദേവാ അർത്ഥാഭിവ്യഞ്ജനം യഥാ. ഇതിൽ കൂട്ടക്ഷരങ്ങൾ കുറച്ച് ജാസ്തി ഉണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാൽ പദം മുറിച്ചിട്ട് പറയുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ അതിൻ്റെ വാക്കാർത്ഥം വരുമ്പോൾ അഹം തത്വം സത്വഗുണത്തിൽ നിന്നുണ്ടായത്. സത്വഗുണത്തിൽ നിന്നുണ്ടായതൊക്കെ നല്ലതാണ്. തമോ ഗുണം രജോ ഗുണത്തിൽ ഉണ്ടായത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രജോ ഗുണത്തിൽ നിന്നുണ്ടായത്, തമോ ഗുണത്തിൽ നിന്നുണ്ടായത്, ഇങ്ങനെ 3 വിധം വികാരത്തെ പ്രാപിച്ചതും സത്വഗുണഭൂയിഷ്ടവുമായ അഹം തത്വത്തിൽ നിന്ന് മനസ്സ് ഉണ്ടായി. അഭൂത് എന്നുള്ള വാക്കായി. പിന്നെയോ ദേവന്മാർ യാതൊരുത്തരോ സത്വപ്രധാനാഹം തത്വത്തിൽ നിന്നുണ്ടായവർ. സത്വപ്രധാന അഹം തത്വത്തിൽ നിന്നുണ്ടായവർ യാതൊരുത്തരിൽ നിന്ന് അർത്ഥങ്ങളുടെ ജ്ഞാനം ഉണ്ടാകുന്നു. അർത്ഥങ്ങളുടെ ജ്ഞാനം അത് വളരെ ഗൗരവമാണ്. വായിക്കാൻ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ എത്രയോ ആൾക്കാർ ഒരു 160-180 സ്പീഡിലൊക്കെ ചില ശ്ലോകങ്ങളൊക്കെ വായിച്ച് ഇട്ട് സംതൃപ്തിപ്പെടുന്നു. പക്ഷേ അത് എവിടെയും എത്തണില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അർത്ഥങ്ങളുടെ ജ്ഞാനം അത് ഭഗവാന്റെ കൃപാകടാക്ഷം കൂടിയിട്ടാണ്. ശ്രമിക്കണവർക്ക് മുഴുവൻ അതാവണില്ല. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയാം. ഏകമായ അഹം തത്വം ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ദേവതകൾ ഇങ്ങനെ 3 വിധക്കാരുടെ ഉൽപ്പത്തി കാരണമായത് എങ്ങനെയെന്ന് കാണിക്കുന്നു. സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം ഇങ്ങനെ അഹം തത്വം 3 വിധത്തിലുണ്ടെന്ന് പറയുന്നു. സാത്വാധികം നിമിത്തം സാത്വികം, സത്വം അധികമാകുമ്പോൾ സാത്വികം. അത് ശ്രദ്ധിക്കാം. രജസിൻ്റെ ആധിക്യം നിമിത്തം രാജസം, തമസിൻ്റെ ആധിക്യത്താൽ താമസം. സത്വം പരിശുദ്ധമായതിനാൽ സാത്വികാഹങ്കാരത്തിൽ നിന്ന് ദേവന്മാരുണ്ടായി. ഈ സത്വം പരിശുദ്ധമായതിനാൽ ആ വാക്ക് അതിനേക്കാൾ പ്രധാന പരിശുദ്ധമായതിനാൽ സാത്വികാഹങ്കാരത്തിൽ നിന്ന് ദേവന്മാരുണ്ടായി. അവരുള്ളത് കൊണ്ടാണ് ശബ്ദസ്പർശ രൂപ ഗന്ധങ്ങളെന്ന് പറയപ്പെടുന്ന അർത്ഥങ്ങളുടെ ജ്ഞാനമുണ്ടാകുന്നത്. ഭൂതങ്ങളുമുണ്ടായി. രാജസാഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും താമസാഹങ്കാരത്തിൽ നിന്ന് ഭൂതങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ ജീവനുള്ളവരേനെയാണ് ഭൂതം എന്ന് പറയാം. അത് താമസാഹങ്കാരത്തിലാണ്. ഒരു വ്യക്തിക്ക് താമസാഹങ്കാരം ഉണ്ടായില്ലെങ്കിലോ പ്രജകളുണ്ടാവില്ല, വിവാഹം കഴിക്കില്ല. ഒരു ഉദാഹരണം, വള്ളിക്കാവിലമ്മ, നാരായണ ഗുരുദേവൻ, രമണ മഹർഷി, ശങ്കരാചാര്യർ, ഇവരൊന്നും രജോ ഗുണമില്ല, തമോ ഗുണമില്ല, സാത്വിക ഗുണനിധികളായിരുന്നു.
അവരേനൊക്കെ നമ്മൾ സ്മരിക്കണില്ലേ? എന്തിനാ പേടിക്കണത്? ഇപ്പോൾ വീട്ടിൽ നിന്ന് അവരവരുടെ ഭവനത്തിൽ നിന്ന് ഒരാൾ കല്യാണം കഴിക്കണില്ല എന്ന് പറഞ്ഞാൽ തന്നെ നോക്കാൻ ആൾക്കാരുണ്ടാവുമോ ചോദിച്ച് പേടിപ്പെടുത്തരുത്. നമ്മളെ നോക്കാൻ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മുടെ കർമ്മഫലങ്ങളാണ് നമ്മുടെ ഒപ്പം കൂടെ ഉണ്ടാവുള്ളൂ. എത്രയോ ആൾക്കാർ കോടീശ്വരന്മാർ മരിച്ച് 3-ാം ദിവസം 4-ാം ദിവസമേ അറിയണുള്ളൂ. കാരണം എന്താ? ആരായിട്ടും വലിയ അടുപ്പമുണ്ടാവില്ല. മനസ്സിലായില്ലേ? അതിനെ ഒരു കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാശ് വേണം, പക്ഷേ കാശിന് വേണ്ടി ജീവിക്കരുത്. അതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ പരാജയം. കാശിന് വേണ്ടി ജീവിക്കുകയാണ്, അത് തെറ്റ്. അപ്പോൾ രാജസാഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും താമസാഹങ്കാരത്തിൽ നിന്ന് ഭൂതങ്ങളും ഉണ്ടായി. ഇപ്രകാരം ഏകമായ അഹം തത്വം ഗുണാധിക്യ ന്യൂനതകൾ, ഗുണത്തിൻ്റെ ആധിക്യവും പോരായ്മകളും ശ്രദ്ധിക്കണം, നിമിത്തം 3 വിധങ്ങളായ ഭൂതേന്ദ്രിയ ദേവതകളുടെ ഉൽപ്പത്തിക്ക് കാരണമായി എന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞാൽ 31-ാമത്തെ ശ്ലോകം പറയണു, തൈജസാനിന്ദ്രിയാണ്യേവാജ്ഞാനകർമ്മമയാനി ച താമസോ ഭൂതസൂക്ഷ്മാതിര്യത ഘം ലിംഗമാത്മനാ തൈജസാൻ ഇന്ദ്രിയാണ്യേവാജ്ഞാനകർമ്മമയാനി ച താമസോ ഭൂതസൂക്ഷ്മാതിര്യത ഘം ലിംഗമാത്മനാ. ജ്ഞാനകർമ്മരൂപങ്ങളായ ഇന്ദ്രിയങ്ങൾ, തൈജസങ്ങൾ തന്നെ, താമസം എന്ന അഹം തത്വം ഭൂതങ്ങളുടെയും സൂക്ഷ്മങ്ങളുടെയും കാരണമാകുന്നു. യാതൊന്നിൽ നിന്ന് ബ്രഹ്മത്തിൻ്റെ ജ്ഞാപകമായ ആകാശമുണ്ടായി എന്ന് പറഞ്ഞു. അറിവിനും പ്രവർത്തിക്കും കാരണഭൂതങ്ങളായിരിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും രജോഗുണപ്രധാനമായിരിക്കുന്ന അഹംതത്വത്തിൽ നിന്നാണ് ഉണ്ടായത്. ആകാശാദി സ്ഥൂലഭൂതങ്ങളും ശബ്ദാദികളായ സൂക്ഷ്മഭൂതങ്ങളും താമസാഹങ്കാരത്തിൽ നിന്നുണ്ടാവുകയാകുന്നു. ശബ്ദഗുണമായിരിക്കുന്ന ആകാശമാണ് ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന പരമതത്വം. അതെന്താ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യേണ്ടത്? ശബ്ദ ഗുണമായിരിക്കുന്ന ആകാശം, സ്പേസ് ഉണ്ടെങ്കിലേ ശബ്ദം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഡോക്ടർമാരൊക്കെ അവരുടെ 2 പേരിൽ നമ്മുടെ ചെസ്റ്റിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ മേടി നോക്കും ശബ്ദം, വയറ്റിൽ പല സ്ഥലത്തും. പല അസുഖങ്ങളും അങ്ങനെ കണ്ടുപിടിക്കണത്. അപ്പോൾ ഇവിടെ പറയണു 32-ാമത്തെ ശ്ലോകം പറയണം, കാലമായാംശയോഗേന ഭഗവത് വീക്ഷിതം നഭസോ അനുസൃതം സ്പർശം വികുർവൻ നിർമ്മമേ അനിലം. കാലമായാംശയോഗേന ഭഗവത് ഈക്ഷിതം നഭസോ അനുസൃതം സ്പർശം വികുർവൻ നിർമ്മമേ അനിലം. അതിൻ്റെ വാക്കാർത്ഥം കാലം, അതിന് തന്നെയാണ് മായ എന്ന് പറഞ്ഞത്. അംശം, കാലം, മായ, അതിൻ്റെ അംശം, ഇവയുടെ ചേർച്ചയോടുകൂടിയ ആകാശം ഭഗവാന്റെ സങ്കല്പത്തിന് വിഷയമായിട്ട് ആകാശത്തിൽ നിന്ന് സ്പർശം എന്ന ഗുണം ഉണ്ടായി. ആകാശം ഇല്ലെങ്കിൽ സ്പർശം ഉണ്ടാവില്ല. അപ്പോൾ വികാരത്തെ പ്രാപിച്ച് ആ ഗുണം വികാരത്തെ പ്രാപിച്ച ശേഷം വായുവിനെ നിർമ്മിച്ചു. ആകാശം, അത് കഴിഞ്ഞാൽ വായു, അത് കഴിഞ്ഞാൽ അഗ്നി, അത് കഴിഞ്ഞാൽ ജലം, പിന്നെ ഭൂമി. ഇതാണ് എൻ്റെ ഓർഡർ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണോ? ആകാശമാകുന്ന കാരണത്തിൽ നിന്നുണ്ടായ കാര്യത്തെ പറയണം. കാലശക്തി, പരിണാമശക്തി, ചിശക്തി ഇവയോട് ചേർന്നിരിക്കുന്ന ആകാശം ഭഗവാന്റെ സങ്കല്പത്തിന് വിഷയമായി തീർന്നപ്പോൾ അതിൽ നിന്ന് സ്പർശമുണ്ടായി. അത് വികാരത്തെ പ്രാപിച്ചപ്പോൾ വായുവായി ഭവിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആകാശത്തിൻ്റെ ഗുണം ശബ്ദമാണ്, വായുവിൻ്റെ ഗുണമാണ് ഏത്? സ്പർശം. അപ്പോൾ ആകാശത്തിനൊരു ഗുണമേ ഉള്ളൂ, ശബ്ദം എന്നുള്ളത്. പക്ഷേ അത് വായുവായി മാറിയപ്പോഴേക്കും 2 ഗുണമായി. എന്താ അത്? അതിന് ശബ്ദമുണ്ട്, കാണും ചെയ്യാം, സുഖം അനുഭവിക്കുന്നില്ല, സ്പർശന സുഖമൊക്കെ.
33-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. അനിലോ ബിവിഗുരുവാനോ നവസ്സോരുബലാന്യുതാ സസർജരൂപതൻ മാത്രം ജ്യോതിർലോകസ്യ ലോചനം. അനിലോ ബിവിഗുരുവാനോ നവസ്സോരുബലാന്യുതാ സസർജരൂപതൻ മാത്രം ജ്യോതിർലോകസ്യ ലോചനം. വികാരത്തെ പ്രാപിച്ചതായ വായുവും ആകാശത്തോട് ചേർന്നുകൊണ്ട് മഹത്തായ ബലമുള്ളതായിട്ട് രൂപതന്മാത്രത്തോടുകൂടിയതും ലോകത്തിൻ്റെ പ്രകാശതത്വവുമായ ജ്യോതിസിനെ സൃഷ്ടിച്ചു. അപ്പോൾ 3 ഗുണമായി. തീയിനെ കാണാം, അതിൻ്റെ ഗുണമായുള്ള ചൂട് അല്ലേ, കാണും ചെയ്യാം, അനുഭവിക്കുകയും ചെയ്യാം, ചൂടുമുണ്ട്. അപ്പോൾ വളക്കായിട്ടും പ്രഭയുണ്ട്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം, വായുവിന് വികാരം നേരിട്ടപ്പോൾ ആകാശയുക്തമായതിനാൽ അധിക ബലത്തോടു കൂടിയ ആ വായുവിന് രൂപതന്മാത്രത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായിരുന്ന തേജസ്സുണ്ടായി. ഇതാണ് ലോകത്തെ പ്രകാശിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ പ്രകാശമില്ല വിചാരിക്കുക. പുറമുള്ള വസ്തുക്കൾ എങ്ങനെ കാണുക? സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, പക്ഷെ നമ്മുടെ ഉള്ളിൽ ചൈതന്യം ഇല്ലെങ്കിൽ, അപ്പോൾ പരമപ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഉള്ളിലെ ചൈതന്യമാണ്. അതാണ് ഈ അഹം ബ്രഹ്മാസ്മി, അയമേവ ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ, തത്വമസി എന്നൊക്കെ പറയുന്നത്. അടുത്ത ശ്ലോകം 34. അനിലേനാന്വിതം ജ്യോതിർവികുർവത് പരവീക്ഷിതം ആദത്താംഭോരസമയം കാലമായാംശയോഗതാം. അനിലേനാന്യുതം ജ്യോതിർവികുർവത് പരവീക്ഷിതം ആദത്താംഭോരസമയം കാലം മായാംശയോഗതാം. ഈ വായുവിന് ചേർന്നതായ തേജസ് ഈശ്വരസങ്കല്പത്തിന് വിഷയമായി വികാരത്തെ പ്രാപിച്ചതായിട്ട് കാലം, മായ, അംശം ഇവയുടെ ചേർച്ച നിമിത്തം രസമയം, രസസ്വരൂപമായ ജലത്തെ സൃഷ്ടിച്ചു. അല്ലെങ്കിൽ രൂപം മാറി രസം. അപ്പോൾ രസത്തിന് എന്തുണ്ട്? 4 ഗുണമുണ്ട്. വെള്ളം ചാടുമ്പോൾ ഉണ്ടാകുന്നൊരു ശബ്ദം, അതിൻ്റെ രസാനുഭൂതി ഇല്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആകാശത്തിന് 1 ഗുണം, അതിൽ നിന്നുണ്ടായ വായുവിന് 2 ഗുണം, അതിൽ നിന്നുണ്ടായ തീയിന് 3 ഗുണം, അതിൽ നിന്നുണ്ടായ ജലത്തിന് 4 ഗുണം, പിന്നെ അവസാനം ഭൂമിക്കാകുമ്പോഴോ 5 ഗുണം. അപ്പോൾ ഈശ്വരസങ്കല്പം കാലമായ അംശങ്ങളുടെ ചേർച്ചയും ഉള്ളതുകൊണ്ട് ജ്യോതിസിന് വികാരം സംഭവിച്ചപ്പോൾ രസമയമായ ജലം ആ ജ്യോതിസിൽ നിന്ന് ജനിച്ചു എന്ന് പറഞ്ഞു. ഇനി 35-ാമത്തെ ശ്ലോകം. ജ്യോതിഷാംഭോ അനുസംസൃഷ്ടം വികുർവത് ബ്രഹ്മവീക്ഷിതം മഹീം ഗന്ധഗുണമാധാത് കാലമായാംശയോഗതാം. ജ്യോതിഷാംഭോ അനുസംസൃഷ്ടം വികുർവത് ബ്രഹ്മവീക്ഷിതം മഹീം ഗന്ധഗുണമാധാത് കാലമായാംശയോഗതാം. അതിൻ്റെ വാക്കാർത്ഥം എങ്ങനെ പറയാം? ജ്യോതിസിനോട് ചേർന്നതും ഈശ്വരനാൽ കടാക്ഷിക്കപ്പെട്ടതും വികൃതിയെ പ്രാപിച്ചതുമായ ജലം കമലാമയാംശങ്ങളുടെ ചേർച്ച നിമിത്തം കാലമായാംശം, കാലത്തിൻ്റെയും മായയുടെയും അംശങ്ങളുടെ ചേർച്ച നിമിത്തം ഗന്ധമാകുന്ന ഗണത്തോടു കൂടിയ ഭൂമിയെ സൃഷ്ടിച്ചു. ഈ ഭൂമിക്കൊരു ഗന്ധമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണു. തേജസ്സോടു കൂടിയതും ബ്രഹ്മത്താൽ കടാക്ഷിക്കപ്പെട്ടതും കാലാദികളോടു കൂടിയതുമായ ജലം ഗന്ധമാകുന്ന ഗണത്തോടു കൂടിയ ഭൂമി തത്വത്തെ പ്രാപിച്ചു അല്ലെങ്കിൽ സൃഷ്ടിച്ചു എന്നായി. ഇനി 36-ാമത്തെ ശ്ലോകം. ഭൂതാനാം നഭ ആദീനാം യദ്യൽ ഭവ്യാവരാവരം
തേഷാം പരാനുസംസർഗാത് യഥാസംഖ്യം ഗുണാൻ വിധു ഭൂതാനാം നഭ ആദീനാം യദ്യൽ ഭവ്യാവരാവരം തേഷാം പരാനുസംസർഗാത് യഥാസഖ്യം ഗുണാൻ വിഭൂ. ഹേ ശ്രേഷ്ഠ, ആകാശം മുതലായ ഭൂതങ്ങളുടെ മധ്യത്തിൽ പിന്നെയുണ്ടായത് ഏതേതോ അവർക്ക് പരാനുസംസർഗം പരങ്ങളുടെ ക്രമേണ സംസർഗം നിമിത്തം യഥാസഖ്യം അതാത് സംഖ്യയ്ക്കൊത്തവണ്ണം ഗുണങ്ങളെ അറിയുന്നു. ഓരോന്നിൻ്റെയും ഗുണങ്ങളെ അറിയണത് അതിൻ്റെ വികാരത്തെ മാനിച്ചും കൊണ്ടാണ്. അപ്പോൾ 36-ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? ഭൂതാനാം നഭ അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഭാവാർത്ഥം പറയണം. ഹേ ഭവ്യ, സാവധാനമായി കേൾക്കുക, ചെവി തന്ന് കേൾക്കുക എന്നൊക്കെ പറയും. സാവധാനം കേൾക്കുക, ധൃതിപ്പെടരുത്. കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കണം, ധാരണ ചെയ്യാൻ സാധിക്കാമെന്ന് അർത്ഥം പറയാം ഗ്രഹിക്കുക എന്നുള്ളത്. അപ്പോൾ സാവധാനമായി കേൾക്കുക. ഭൂതങ്ങളിൽ ഏതിൽ നിന്ന് ഏതൊന്നുണ്ടായോ, നമ്മളെപ്പോലുള്ള വ്യക്തിയിൽ നിന്ന് എന്തൊക്കെ ഉണ്ടായി, സാവധാനമായി കേൾക്കുക. ഭൂതങ്ങളിൽ ഏതിൽ നിന്ന് ഏതൊന്നുണ്ടായോ ആ ക്രമത്തെ അനുസരിച്ച് ഗുണങ്ങളുമുണ്ടെന്നാണ് തത്വത്തെ അറിയുന്നവർ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. ആരാ തത്വങ്ങളെ അറിയുന്നവർ? ഭാഗവതം പഠിച്ചവർ, അല്ലാണ്ടുണ്ടായിരുന്നില്ല. ഭഗവാന്റെ കറ കളഞ്ഞ ഭക്തന്മാർ, അവർക്ക് ഇഷ്ടാനിഷ്ടങ്ങളില്ല. ഭഗവാൻ കൃപയ്ക്ക് വേണ്ടി അവരെന്തും ചെയ്തുകൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. എങ്ങനെയെന്നാൽ ആകാശം ഒന്നാമതുണ്ടായി, അതിന് ശബ്ദം മാത്രം ഗുണം. അതിൽ നിന്ന് വായു ഉണ്ടായി, അതിനാൽ ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും വായുവിൻ്റെ സ്വന്തം ഗുണമായ സ്പർശവും ഉണ്ടായി. വായുവിൽ നിന്ന് അഗ്നിക്ക് ശബ്ദമുണ്ടായി, സ്പർശമുണ്ടായി, രൂപമുണ്ടായി. അഗ്നിയിൽ നിന്നുണ്ടായ ജലത്തിന് ശബ്ദം, സ്പർശം, രൂപം, രസം എന്ന 4 ഗുണങ്ങളുണ്ടായി എന്നാണ് പറഞ്ഞത്. ജലത്തിൽ നിന്നുണ്ടായ ഭൂമിക്ക് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ 5 ഗുണങ്ങളുണ്ടെന്ന് തത്വജ്ഞന്മാർ പറയുന്നു. അതായത് തത്വജ്ഞന്മാർ, തത്വങ്ങൾ പഠിച്ചവർ, തത്വജ്ഞന്മാർ. 37-ാമത്തെ ശ്ലോകം. ഏതേ ദേവാ കലാ വിഷ്ണോ കാലമായാംശലിംഗിനാം നാനാത്വാത് സ്വക്രീഡയാന്നീശാ പ്രോജു പ്രാഞ്ജലയോ വിഭും. ഏതേ ദേവാ കലാ വിഷ്ണോ കാലമായാംശലിംഗിനാം നാനാത്വാത് സക്രിയാനീശാ പ്രോജു പ്രാജ്വലയോ വിഭും. അതിൻ്റെ വാക്കാർത്ഥം, വിഷ്ണുവിൻ്റെ അംശങ്ങളും കാലം, മായ, അംശം ഇവയുടെ ചിഹ്നം ഉള്ളവരുമായ ഈ ദേവന്മാർ നാനാത്വം ഹേതുവായിട്ട് സ്വവ്യാപാരത്തിൽ അക്ഷസ്തന്മാരായിട്ട് അഞ്ജലീബന്ധം ചെയ്തുകൊണ്ട് പ്രഭുവിനോട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? അത് അടുത്ത ശ്ലോകത്തിലാണ്. പക്ഷേ ഇതിൻ്റെ ഭാവാർത്ഥം പറയാം. സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഭഗവാൻ വിഷ്ണുവിൻ്റെ അംശത്തിൽ നിന്നുണ്ടായവരും കാലത്തിൻ്റെ ലക്ഷണമായ വികാരവും മായാലക്ഷണവുമായ വിക്ഷേപവും ഭഗവതംശ ലക്ഷണമായ ചൈതന്യമുള്ളവരുമായ മഹദാദി തത്വങ്ങളുടെ അഭിമാനികളായ ദേവന്മാർ നാനാവിധത്തിലിരിക്കുന്നവരായതുകൊണ്ട് ഒന്നോടൊന്ന് യോജിക്കാതെ ഭിന്നിച്ചിരിക്കുന്നതായി കണ്ട് തങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ബ്രഹ്മാണ്ടത്തെ നിർമ്മിക്കുന്നതിൽ അശക്തന്മാരായതിനാൽ
തങ്ങളുടെ സ്വാമിയായ ഭഗവാന്റെ മുമ്പിൽ അഞ്ജലി ബന്ധം ചെയ്ത് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: അന്യോന്യം യോജിക്കാതെ പിരിഞ്ഞിരിക്കുന്നവർക്ക് അവരുടെ പരമോദ്ദേശം നിർവഹിപ്പാൻ ശക്തി സിദ്ധിക്കുകയില്ലെന്നുള്ളത് ഇതിൽ നിന്ന് അറിയേണ്ടതാണ്. എല്ലാം അറിവാണ്. ആ അറിവാണ് നമ്മളെ മനുഷ്യനാക്കണതും ദേവനാക്കണതും, അല്ലെങ്കിൽ ബ്രാഹ്മണനാക്കുന്നതും ക്ഷത്രിയനാക്കുന്നതും വൈശ്യനാക്കുന്നതും ശൂദ്രനാക്കുന്നതും. മനസ്സിലായില്ലേ? അവിടെ നിർത്താം. വളരെയധികം ക്ഷീണം, കാരണം ഇന്നലെ ഉറക്കമൊഴിച്ചു. തിരുവാതിരയ്ക്ക് എന്താ ആവശ്യം ചോദിച്ചാൽ, മിസ്സിസ് അമ്പലത്ത് പോയാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യും? എങ്ങനെ ഉറങ്ങുക? വാതിലാരാ തുറന്നു കൊടുക്കുക? അങ്ങനെ. അപ്പം എന്തായാലും 20 മിനിറ്റ് 4 ശ്ലോകം ചെല്ലാൻ സാധിച്ചല്ലോ എന്ന് വിചാരിക്കാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ഏവർക്കും നമസ്കാരം. നാളെ കാണാം.